മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നത് എന്താണെന്നുള്ള ആ വലിയ കാഴ്ച കാണാൻ ഹോരേബ് പർവ്വതത്തിൻ്റെ അടുത്തേക്ക്, അതിൻ്റെ മുകളിലേക്ക് മോശ കയറി ചെല്ലുമ്പോൾ ദൈവം മോശയോട് പറയുക, നീ ഇങ്ങോട്ട് അടുത്ത് വരരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നത് കൊണ്ട് നിന്റെ കാലിലെ ചെരുപ്പ് നീ അഴിച്ചു കളയണം. ദൂരെ നിന്ന് കാണുന്നതിന് വിഷയമല്ല, പക്ഷേ ദൈവത്തോട് അടുത്ത് വരുമ്പോൾ നിന്നിൽ നിന്നും അടിച്ചു മാറ്റേണ്ടത് ചിലതുണ്ട്. ദൈവത്തിൻ്റെ മഹത്വത്തോട്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തോട് 80-ാം വയസ്സിൽ അടുത്തു വരുന്ന മോശ, ദൈവം ഇടപെടുകയാ, നിന്റെ കാലിലെ ചെരുപ്പഴിച്ചു കളയണം. ദൈവമഹത്വത്തിൻ്റെ അടുത്ത ഒരു തലം തുറക്കപ്പെടണമെങ്കിൽ അവൻ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട പല കാര്യങ്ങളുണ്ട്. അതിൽ മാറ്റം വരുത്തിയാൽ ദൈവം, ഹല്ലേലൂയ, ദൈവവുമായ വലിയൊരു അഭിമുഖം മോശയ്ക്ക് അവിടെ വെളിപ്പെടുകയാണ്. വലിയൊരു അഭിഷേകത്തിൻ്റെ വലിയൊരു നിയോഗം ഹോരേബിൽ വെച്ച് മോശയ്ക്കുണ്ടാകുകയാണ്. ഈ സമയം എന്നെ കേൾക്കുന്ന, ശ്രവിക്കുന്ന പ്രിയ സഹോദര, സഹോദരി, ദൈവപൈതലേ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി അടുത്ത ഒരു തലം ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? ദൈവ മഹത്വം വഹിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾ ദൂരെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരു വിഷയമല്ല. പക്ഷേ ദൈവത്തോട് നിങ്ങൾ അടുത്തു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറായാൽ, നിങ്ങൾ വലിയ ദൈവമഹത്വം വഹിക്കുന്ന ദൈവ സാന്നിധ്യം ഒരാവരണം പോലെ അണിയുന്ന അളവിൽ ദൈവം നിങ്ങളെ ഉയർത്താൻ പോവുക. മോശേ, മോശേ, നീ ഇങ്ങോട്ടടുത്ത് വരരുത് എന്ന് പറഞ്ഞാൽ നിന്റെ പഴയ അനുഭവം, പഴയ ശൈലികൾ, പഴയ രീതികൾ, പഴയ ഭാവങ്ങൾ, ഉപേക്ഷിക്കാൻ പറ്റാത്ത പല മേഖലകൾ, അതെല്ലാം ഊരിക്കളഞ്ഞ് ഈ മഹത്വത്തിനോടടുത്ത് എന്നാൽ ദൈവത്തിൻ്റെ വലിയ നിയോഗം നിങ്ങളുടെ മേൽ വീഴാൻ പോവുകയാണ്. ഇന്ന് വരെ വെളിപ്പെടാത്തത്, ഇന്ന് വരെ ചരിത്രം കണ്ടിട്ടില്ലാത്തത്, ചെങ്കടൽ അവൻ ഒരിക്കലും ഒരു മനുഷ്യൻ്റെ മുൻപിൽ വേർപരിയത്തില്ല. പക്ഷേ മഹത്വം ഏറ്റെടുത്ത മോശയുടെ മുൻപിൽ ചെങ്കടൽ വേർപരിയുക. മഹത്വം ഏറ്റെടുത്താൽ മാനുഷ്യപരമായി ലോകപ്രകാരം അവൻ ഒരിക്കലും നടക്കാൻ പറ്റാത്തത് അവൻ നിങ്ങളുടെ മുൻപിൽ രണ്ടായി വേർപരിയണമെങ്കിൽ അവൻ ദൈവത്തിനോട് അടുത്ത് ചെല്ലണം. അടുത്ത് ചെല്ലുന്നതിന് തടസ്സമായി നിൽക്കുന്ന സകല ചെരുപ്പുകളും, സകല പഴയ മനുഷ്യൻ്റെ സകല പ്രവർത്തികളും സമ്പൂർണമായി അവൻ എറിഞ്ഞു കളഞ്ഞെങ്കിൽ മാത്രമേ അടുത്തു ചെന്ന് അവരോട് സംസാരിക്കാൻ കഴിയത്തുള്ളൂ. ഈ സമയം എന്നെ ശ്രമിക്കുന്ന പ്രിയ അവൻ ദൈവപൈതലേ, നീ ദൈവത്തോട് അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ മഹത്വം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇന്ന് ഈ സമയം ചിലത് നീ എറിഞ്ഞു കളയേണ്ടതുണ്ട്. ചിലത് നീ അഴിച്ചു കളയേണ്ടതുണ്ട്. എന്നിട്ട് നീ അടുത്ത് ചെന്നാൽ ദൈവവും നീയുമായി മുഖാമുഖമായി സംസാരിക്കുന്ന ഒരു മണ്ഡലം, ഒരു തലം നിന്റെ മേൽ ദൈവം വെളിപ്പെടുത്തി ആൾ മാറിയവനെ പോലെ ദൈവം നിന്നെ ആക്കി തീർക്കാൻ പോവുകയാണ്. ഈ പകൽക്കാലം, ഈ രാത്രിയിൽ എന്നെ ശ്രവിക്കുന്ന പ്രിയ ദൈവ പൈതലേ, അവൻ അഴിക്കേണ്ടതിനെ അടിച്ചു കളഞ്ഞ് അടുത്തു വരാൻ തയ്യാറായാൽ മഹത്വത്തിൻ്റെ ആവരണം ഈ സമയം നിങ്ങളുടെ മേൽ വീഴുന്ന സമയമാണ്, വീഴുന്ന മാസമാണിത്.